മാർക്കസ് റാഷ്ഫോർഡിന്റെ കാര്യത്തിൽ ബാഴ്സലോണയ്ക്ക് മറ്റൊരു പ്ലാൻ ഉണ്ട് എന്നതാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ. നമുക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് ദിവസങ്ങളായിട്ട് നടക്കുന്ന ഒരു ചർച്ചയാണ് മാർക്കസ് റാഷ്ഫോർഡിനെ ബാഴ്സലോണ നിലനിർത്തുമോ അതോ പറഞ്ഞു വിടുമോ എന്നത്. നിലവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് ലോണി വന്ന് കളിക്കുന്ന താരമാണ് മാർക്കസ് റാഷ്ഫോർഡ്. നിലവിൽ ഈ സീസണിൽ 38 മാച്ചിൽ നിന്ന് 10 ഗോളും 13 അസിസ്റ്റും താരം നൽകിയിട്ടുണ്ട് ബാഴ്സയ്ക്ക് വേണ്ടി. താരം ഒരു ഫസ്റ്റ് ചോയ്സ് പ്ലെയർ ഒന്നും അല്ല. ബാഴ്സലോണയെ സംബന്ധിച്ച് സബ്ബായിട്ടാണ് ഭൂരിഭാഗം മത്സരങ്ങളും താരം കളിച്ചിട്ടുള്ളത്. ചില മത്സരങ്ങളിൽ ഇഞ്ചുറി ഒക്കെ വരുമ്പോഴാണ് താഴത്തെ ആ ഒരു ഫസ്റ്റ് 11 തന്നെ ഹാൻസി ഫ്ലിക്ക് ഉപയോഗിക്കാറ്. ഹാൻസി ഫ്ലിക്ക് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ പൊട്ടൻഷ്യലുള്ള, വളരെ ടാലന്റഡ് ആയിട്ടുള്ള, ഹൈ സ്പീഡ് ആയിട്ടുള്ള, എൻ്റെ ടാക്ടിക്സുമായിട്ട് വളരെ ചേരുന്ന ഒരു പ്ലെയർ ആണ് മാർക്കസ് റാഷ്ഫോർഡ് എന്നതാണ്. അദ്ദേഹം കൂടുതൽ മത്സരങ്ങൾ, കൂടുതൽ സീസണിലൂടെ കളിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു നമ്പർ, ഗോളിന്റെ അസിസ്റ്റിന്റെ കണക്ക് കൂടാനുള്ള സാധ്യത ഉണ്ട് എന്നതാണ്. അപ്പോൾ നിലവിലെ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോണിലാണ് യുണൈറ്റഡിൽ നിന്ന് താരം വന്നിട്ടുള്ളതെങ്കിൽ പോലും 30 മില്യൺ കൊടുത്തു കഴിഞ്ഞാൽ ബാഴ്സലോണയ്ക്ക് താരത്തെ നിലനിർത്താം. അപ്പൊ 30 മില്യൺ കൊടുത്ത് ബാഴ്സലോണ താരത്തെ നിലനിർത്തണം. എന്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 30 മില്യണിന് മാർക്കസ് റാഷ്ഫോർഡിനെ പോലെ ഒരു വിങ്ങറിനെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. നിലവിൽ വിങ്ങേഴ്സിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. ചെറിയ ടീമിൽ കളിക്കുന്ന വിങ്ങേഴ്സിന് പോലും വലിയ എമൗണ്ടുകളാണ് കേൾക്കാറ്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ 30 മില്യൺ ഒരു നല്ല ഡീലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ബാഴ്സയെ സംബന്ധിച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂ ഉണ്ട്. അത് മാത്രമല്ല, വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ബാഴ്സലോണയ്ക്ക് സെന്റർ ബാക്ക് പൊസിഷനിലേക്ക് ഒരു പ്ലെയറിനെ വേണം. അത് മാത്രമല്ല, സെന്റർ ഫോർവേഡ് പൊസിഷനിലേക്കും ഒരു പ്ലെയറിനെ വേണം. അപ്പോൾ 2 പൊസിഷനിലേക്ക് 2 പ്ലെയേഴ്സിനെ എത്തിക്കണമെങ്കിൽ അതിന് വലിയൊരു തുക ബാഴ്സലോണ സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. ബാഴ്സയെ സംബന്ധിച്ച് വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ വലിയ തുക സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം ബാഴ്സയുടെ സ്റ്റേഡിയം ഫുള്ളായിട്ട് പണി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ബാഴ്സയുടെ ആ ഒരു ഇൻകം ഉണ്ടല്ലോ, ഇൻകം ഇപ്പോഴും കുറവാണ്. ഒരു ആവറേജ് ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ ബാഴ്സയ്ക്ക് ലഭിക്കുന്ന ആ ഒരു ഇൻകത്തിന്റെ ആ ഒരു ലെവലിലേക്ക്, ടോപ്പ് ലെവലിലേക്ക് എത്തിയിട്ടില്ല. അടുത്ത സീസണിൽ ആ ഫുള്ള്, അതായത് 1,05,000 എന്തോ ആണ് ആ ഒരു കപ്പാസിറ്റി, അത് ഫുള്ള് തുറന്നു കഴിഞ്ഞാൽ ആ ലെവലിൽ ക്രൗഡ് വരും. ബാഴ്സയുടെ ഗ്രൗണ്ട് ഫുള്ളാകാറുള്ളതാണ് പലപ്പോഴും. നമ്മൾ നോക്കുന്ന സമയത്ത് ക്യാമ്പ് നൗ പൊളിക്കുന്നതിന് മുമ്പ് 2023-ലാണോ 22-ലാണോ ഓർക്കുന്നില്ല, ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കളി കാണാൻ എത്തിയിരുന്ന യൂറോപ്പിലെ സ്റ്റേഡിയങ്ങളിൽ ഒന്നായിരുന്നു ക്യാമ്പ് നൗ. ആവറേജ് 80,000-ന് മുകളിലായിരുന്നു ആവറേജ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്റ്റേഡിയം ബാഴ്സയ്ക്കുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേഡിയത്തിൽ അത്രയും കപ്പാസിറ്റി ആളുകൾ വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് റവന്യൂയിലൂടെ വലിയ രീതിയിലേക്ക് ഒരു മാസീവ് ആയിട്ടുള്ള ഇൻകം ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അടുത്ത സീസണിലേക്ക് വരുമ്പോൾ, അടുത്ത സമ്മറിലേക്ക്, ഇത് വരുന്ന സമ്മറിന്റെ അടുത്ത സമ്മറിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടെ സോളിഡ് ആയിട്ടുള്ള ഒരു ഇൻകത്തിലേക്ക് എത്താൻ പറ്റും. ആ സാലറി ക്യാപ്പ്, അതായത് ലാലിഗയിലെ സാലറി ക്യാപ്പ് ഒരു വലിയൊരു എമൗണ്ട് ആയി മാറുന്ന സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ബാഴ്സലോണ രണ്ടാമത്തെ ഒരു പ്ലാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സീസൺ കൂടെ ലോണിലേക്ക് താരത്തെ തരണം എന്നതാണ്. അതായത് അടുത്ത സീസൺ കൂടി മാർക്കസ് റാഷ്ഫോർഡിനെ ലോണിൽ നിർത്തിയിട്ട് അടുത്ത സീസണിൽ 30 മില്യൺ കൊടുത്ത് മാർക്കസ് റാഷ്ഫോർഡിനെ പെർമനന്റ് ആയിട്ട് ടീമിലേക്ക് എത്തിക്കാം എന്നതാണ് ആ ഒരു ഡീൽ എന്നതാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ച് മാർക്കസ് റാഷ്ഫോർഡിനെ ഒഴിവാക്കുക എന്നതാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. അവരുടെ നിലവിലെ കോച്ചായിട്ടുള്ള ആ ഒരു മൈക്കിൾ കാരിക്കിന് താരത്തെ ടീമിൽ എത്തിക്കണം, താരത്തെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും മാനേജ്മെന്റിന് താല്പര്യമില്ല, റാഷ്ഫോർഡിനും താല്പര്യമില്ല, ബാഴ്സയ്ക്ക് താരത്തെ നിലനിർത്താൻ താല്പര്യമുണ്ട്. അപ്പോൾ ഇതാണ് നിലവിലെ സിറ്റുവേഷൻ. ബാഴ്സയെ സംബന്ധിച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാരണം സെന്റർ ഫോർവേഡ് ഒരു പ്ലെയറിനെയും ഡിഫൻഡിൽ ഒരു പ്ലെയറിനെയും കൊണ്ടുവരുമ്പോൾ വലിയൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോണിൽ ഒരിക്കൽ കൂടെ ഒരു സീസൺ കൂടെ തരണം എന്നതാണ് ബാഴ്സയുടെ ആ ഒരു പ്ലാൻ എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ ഇതിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സമ്മതിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനുള്ള സാധ്യത കുറവായിട്ടാണ് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാഴ്സലോണ അല്ല ഈ ഒരു മാർക്കസ് റാഷ്ഫോർഡിന്റെ ഫുൾ എമൗണ്ടും നൽകുന്നത്, സാലറി. ഇപ്പോഴും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് മാർക്കസ് റാഷ്ഫോർഡിന്റെ ഒരു പകുതി സാലറി നൽകുന്നത് എന്നതാണ്. ഒരു പെർസെൻറ്റേജ് കണക്കാണ്, അത് ഇത്രയാണെന്ന് ഇപ്പോൾ ഇതുവരെ വെളി വന്നിട്ടില്ല. അത് അറിയാലോ, ടീമുകൾ അത് വെളി വിടാറില്ല. അപ്പോൾ ഒരു പെർസെൻറ്റേജ് കണക്കിൽ ഫുൾ എമൗണ്ടും ബാഴ്സലോണ അല്ല കൊടുക്കുന്നത്, മാഞ്ചസ്റ്റർ യുണൈറ്റഡും ബാഴ്സയായിട്ട് സ്പ്ലിറ്റ് ആയിട്ടാണ് ഒരു സാലറി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അവരുടെ ആ ഒരു സാലറി ബുക്ക് ചെയ്ത് താരത്തെ അങ്ങ് ഒഴിവാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പെർമനന്റ് ആയിട്ട് താരത്തെ ഒഴിവാക്കാനുള്ള ഒരു പ്ലാനിലാണ് നിലവിലുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ഡീല് ബാഴ്സ വെച്ച് കഴിഞ്ഞാൽ, വീണ്ടും ലോണിൽ തരണം എന്നൊരു ഡീല് ബാഴ്സ വെച്ച് കഴിഞ്ഞാൽ അത് സമ്മതിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. 38 മാച്ചിൽ നിന്ന് 23 ഗോൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. കാരണം സബ്ബായിട്ടാണല്ലോ താരം ഇറങ്ങുന്നത്, പെർമനന്റ് ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ അല്ല, സബ്ബായിട്ട് ഇറങ്ങുന്ന ഒരു പ്ലെയർ ആണ്. അത് മാത്രമല്ല, ഈ ഒരു കാലയളവിൽ ഇംഗ്ലീഷ് നാഷണൽ ടീമിലും താരത്തിന് കളിക്കാൻ പറ്റിയിട്ടുണ്ട്. തോമസ് ടൂഷൽ താരത്തിന്റെ ആ ഒരു പെർഫോമൻസിൽ ഇംപ്രസ്ഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാഴ്സയെ സംബന്ധിച്ച് 30 മില്യൺ കൊടുത്ത് എടുക്കാൻ പറ്റിയാൽ, റാഷ്ഫോർഡിനെ എങ്ങനെയെങ്കിലും ടീമിൽ നിലനിർത്താൻ പറ്റിയാൽ അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഒരു പ്ലെയർ ആണ്. 30 മില്യൺ കൊടുത്ത് ബാഴ്സ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ബാഴ്സയ്ക്ക് സോളിഡ് ആയിട്ടുള്ള ഒരു ഡീലാണ്. പക്ഷേ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആണ്. അപ്പോൾ നമ്മൾ കണ്ടു തന്നെ അറിയണം എന്ത് സംഭവിക്കും എന്നത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ, മാർക്കസ് റാഷ്ഫോർഡിനെ ബാഴ്സലോണ നിലനിർത്തണോ
അതോ യുണൈറ്റഡ് അവിടെ മൈക്കിൾ ക്യാരിക്ക് കോച്ചായിട്ട് നിൽക്കുകയാണെങ്കിൽ കൊണ്ടുവന്ന് കളിപ്പിക്കണോ, അതോ വേറെ ഏതെങ്കിലും ടീമിലേക്ക് വിടണോ എന്നത് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെങ്കിലും കമന്റ് ബിലോ. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുഡേൽ.